Hi friends, നമ്മുടെ സാരീസിന്റെ അസോർട്ടഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കും പാറ്റേണും ഒക്കെ വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ഉണ്ട്, കാഷ്വൽ വെയേഴ്സ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ആപ്ലിക് വർക്ക് വരുന്ന സാരീസും അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ നമുക്ക് ജാംദാനി വീവിങ് വരുന്ന ഐറ്റംസ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഫാബ്രിക് പാറ്റേൺ ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഓൺലൈൻ പർച്ചേസ് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. അതുപോലെ നമ്മുടെ ഗീവ് അവേ ഒക്കെ നേരത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു 1 മന്തിലേക്കായിരുന്നു നമ്മുടെ ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലാസ്റ്റ് വീക്കിലെ വിന്നറേയും കൂടെ സെലക്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നാണ് ആ ഒരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബമ്പർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഉണ്ട്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആ ഒരു ലാസ്റ്റ് നമ്മുടെ വീക്കിൽ ഗീവ് അവേ വിന്നർ ആരാണെന്ന് നോക്കാം. നമുക്കിടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു 1000 റുപ്പീസിൻ്റെ പർച്ചേസ് നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പർച്ചേസും അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ചെയ്തതിൻ്റെ നെയിംസാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് വീക്കിലെ വിന്നർ ആയിരിക്കുന്നത് റിബിന NT ആണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ റിബിന മാഡം. മാഡത്തിന് നമ്മുടെ അടുത്ത് നിന്ന് 1000 റുപ്പീസിൻ്റെ പർച്ചേസ് നടത്താവുന്നതാണ്. അപ്പം ഈ ഒരു ഗീവ് അവേയിലേക്ക് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മുടെ അങ്ങനെ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും ഗീവ് അവേ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ്. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ആപ്ലിക് വർക്ക് വരുന്ന സാരീസ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതിൻ്റെ നിന്ന് ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് ഈ ഒരു ഡിസൈനിലും അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക് വർക്കിൻ്റെ കളറിലൊക്കെ ഡിഫറൻസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഓറഞ്ചിൻ്റെ ഒരു ടോണാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. സോഫ്റ്റ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. അതിലേക്ക് ഇതുപോലെ ആപ്ലിക് വർക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോൺ ഷെയ്ഡ് എംബ്രോയ്ഡറി വർക്ക് വരും. ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലുവിലും ഈ ഒരു സെയിം വർക്കുകൾ തന്നെയാട്ടോ വരുന്നത്. ആപ്ലിക് വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള സാരിയാണ്. ഇപ്പോഴത്തെ ഫംഗ്ഷനൊക്കെ നമ്മളിവിടെ ചെന്നാലും ഈ ഒരു സാരീസ് കാണാൻ പറ്റും. അടിപൊളിയായിട്ടാണ് നമുക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാരി. ഇത് റേറ്റ് വന്നിരിക്കുന്നത് 2895 ആണ്. അടുത്തതിൻ്റെ കളർ ചേഞ്ച് പിങ്ക് ആണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം തന്നെയാട്ടോ. ഇതും ടോൺ ഷെയ്ഡിലെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആപ്ലിക് വർക്കും വരുന്നു. എനിക്കിത് കഴിഞ്ഞ വർഷം ചെയ്ത പാറ്റേണിൽ ആപ്ലിക് വർക്ക് മാത്രമായിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ്. 2895 ആണ് റേറ്റ് വരുന്നത്. അടുത്തതൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ ആപ്ലിക് വർക്ക് ടോൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക് ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തതിൻ്റെ തന്നെ ഒരു കളറൊക്കെ ചേഞ്ചാണ്. അതുപോലെ തന്നെ പാറ്റേണിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലേക്കാണ് സാരി വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 2895 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഞാൻ പറയാൻ മറന്നുമില്ലേ. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഇതുപോലെ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. കുഞ്ഞ് എംബ്രോയ്ഡറി വർക്ക് വരും. 2895 ആണ് പ്രൈസ് വരുന്നത്. അടുത്തതും ഈ ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന കളറാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 2895 പ്രൈസിലേക്ക് വരും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡർ ആണ്. ഇപ്പോൾ സെക്കൻഡ് പാറ്റേണിൽ നമുക്ക് 3 ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത്. 2895 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക് വരും. 2895 ആണ് റേറ്റ് വരുന്നത്. അടുത്തതും ഇത് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടസർ ഫാബ്രിക്കിലേക്ക് വരുന്നതാണ്. 3795 റേറ്റിലേക്ക്. അതിനായിട്ട് പ്യൂർ ടസർ വരുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം 4000 എബോവ് റേഞ്ചിലേക്ക് വരും. അപ്പോൾ അത് സാധാരണ നമ്മൾ കാണുന്നത് വെച്ചാൽ വീവിങ് പാറ്റേൺ ആയിരിക്കും. എന്നാൽ ഈ ഒരു സാരി വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് പിങ്ക് അതുപോലെ മെറൂൺ കളർ കോമ്പിനേഷനിലെ എംബ്രോയ്ഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. നോർമൽ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ബോർഡർലെസ് കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ബോഡി പോർഷനിലും അതുപോലെ തന്നെ പല്ലു പോർഷനിലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3795 ആണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. പേസ്റ്റ് ഗ്രീൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. എനിക്കൊന്നാൽ എപ്പോഴും നമുക്ക് ടസറിലൊന്നും ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഒന്നും അങ്ങനെ കിട്ടാറില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി 3795 റേറ്റിലേക്ക് വരും. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു വൈൻ ഷെയ്ഡാണ്. ഇതിൽ ആ ഒരു പാറ്റേൺ സെയിം തന്നെയാട്ടോ. 3795 ആണ് റേറ്റ് വരിക. ബോഡി പോർഷനിലും അതുപോലെ പല്ലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക്, ക്രോസ് സ്റ്റിച്ചിലും എംബ്രോയ്ഡറി വർക്കിലും വരും. അടുത്തത് വന്നിരിക്കുന്നത് ഒരു കളർ ചേഞ്ച് ഗ്രേപ്പ് ജ്യൂസിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡിലേക്ക് വരും. നല്ല സോഫ്റ്റ് ആൻഡ് വെയ്റ്റ്ലെസ് ആണ്. ഡ്രൈപ്പ് ചെയ്യാനാണെങ്കിലും ഈസിയാണ്. കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതും
പ്യുവർ ടസർ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. ഇതിലെ വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ കേട്ടോ. ഇതിൻ്റെ ബോർഡേഴ്സിലേക്കും എംബ്രോയ്ഡറി വർക്ക് തന്നെ വരുന്നു. പല്ലുവിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബോഡിയുടെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. സെയിം പ്രൈസിന് 3795 റേറ്റ് വരും. ഇത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. സ്ലീവിലേക്ക് ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈൻ ടോൺ, സെയിം പാറ്റേൺ ടോൺ ഷെയ്ഡും അതിനോടൊപ്പം തന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരിക. 1795 പ്രൈസിലേക്ക് വരും. മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആട്ടോ. നല്ല ഭംഗിയുള്ള 3 കളറിലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തന്നെ നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ള ആയിട്ടാണ് സെമി ചന്തേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക്. ഇങ്ങനെ കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ആയിട്ടാണ്. അതായത് ജംദാനി വീവിങ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ടാണെങ്കിലും. ഫസ്റ്റ് വന്നിരിക്കുന്നത് പോലെ കേട്ടോ. ഇതിൻ്റെ ബോഡി പോർഷനിൽ ഇതുപോലെ ബുട്ടാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജംദാനി വീവിങ്ങിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. ബോർഡേഴ്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായത്. അതും ആ ഒരു ജാംദാനി വീവിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല പല പാറ്റേൺസ് കളേഴ്സിലും അതുപോലെ തന്നെ വീവിങ്ങിലും ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിട്ട് നമ്മൾ കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1395 ആണ്. ഇനി ഇതിലെ ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ കളറാട്ടോ. ഇതിലേക്കും നമുക്ക് ബ്ലൂവും അതുപോലെ റെഡൊക്കെ കോമ്പിനേഷനിലാണ് ആ ഒരു ജാംദാനി വീവിങ് വരുന്നത്. പല്ലു വരുമ്പോഴത്തേനും ഇതുപോലെ ലൈൻ പാറ്റേണും ജാംദാനി വീവിങ്ങിൽ തന്നെ ഫ്ലോറൽ ഡിസൈനും ഒക്കെ ആയിട്ട് വരും. 1395 പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തതിൻ്റെ കളർ ചേഞ്ച് പീച്ചാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതും ബ്ലൂ ബ്രിക്ക് കോമ്പിനേഷൻ തന്നെയാണ് വീവിങ്ങിന് വേണ്ടിയിട്ട് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. 1395 റേറ്റ് വരും. അടുത്തത് ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനിൽ നമുക്ക് ആ ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷനിലൊക്കെ തന്നെയാണ് വീവിങ് പാറ്റേൺസ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. സോഫ്റ്റ് ആണ്, ഡ്രൈപ്പ് ചെയ്യാൻ ഈസിയാണ്. പ്രത്യേകിച്ച് ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. നമ്മൾ പല പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പല പല പാറ്റേണിലേക്ക് വരുന്നത് മാത്രം 1395 റേറ്റ് വരും. അടുത്തതും സെമി ടസർ ഫാബ്രിക്കാണ്. സാധാരണയായിട്ട് നമ്മൾ കട്ട് വർക്ക് വരുന്ന സാരീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാബ്രിക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്കും വരുന്നത് കട്ട് വർക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ബോർഡേഴ്സിലേക്ക് ഇതുപോലെ പോയിന്റ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. സ്കാലപ്പ് വർക്കൊക്കെ ചെയ്ത് ബോർഡേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പല്ലു പോർഷനിലും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ പോയിന്റ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് പീസ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ബ്ലൗസ് പീസിലേക്ക് വരുന്നുണ്ട്. ഈവൻറ്റിലേക്കൊക്കെ വർക്കോട് കൂടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആട്ടോ മറ്റൊരു ഹൈലൈറ്റ്. ഇത് 1395 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. കാഷ്വൽ വെയറും അതിനോടൊപ്പം തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരി. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ലാവൻഡറിൻ്റെ ഒക്കെ ടോണാണ്. ബോഡി പോർഷൻ പ്ലെയിൻ ആയിരിക്കും. ബോർഡേഴ്സ് ഇതുപോലെ ബോർഡേഴ്സും നമ്മുടെ പല്ലു പോർഷനൊക്കെ സ്കാലപ്പ് വർക്കും പോയിന്റ് എംബ്രോയ്ഡറിയും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഡിസൈനോട് കൂടിയ ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ 1395 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തും ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതും ഡ്രൈപ്പൊക്കെ ചെയ്ത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. പെട്ടെന്ന് ഈസി ടു ഡ്രൈപ്പ് പോവാണ്. 1 ലെയർ ആയിട്ടോ പ്ലീറ്റ് ചെയ്തോ എങ്ങനെ വേണേലും നമുക്ക് ഡ്രൈപ്പ് ചെയ്യാനും പറ്റും. അടുത്തത് ഒരു മെറ്റാലിക് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കളറാട്ടോ. എപ്പോഴും എനിക്കൊന്ന് സെമി ഡ്രസ്സിലൊന്നും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കളറൊന്നുമല്ല. റയർ ചാർട്ടിൽ വന്നിരിക്കുന്നതാണ്. 1395 റേറ്റിലേക്ക്. ഇതിൻ്റെ തന്നെ ഒരു ഷെയ്ഡോടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡോടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെയാണ്. 1395 റേറ്റ് വരുന്നത്. അടുത്ത സാരിയും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് പാറ്റേണൊക്കെ മാറി മാറി ചെയ്യുന്നതാണ്. നെക്കോട്ട ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതും ഇപ്രാവശ്യം ഫുൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയായിട്ട് വരിക. അപ്പോൾ ബോഡി പോർഷനും അത് അപ്പോൾ ബോർഡേഴ്സൊക്കെ പ്ലെയിൻ ആയിട്ട് വരും. ബോഡി പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരും. ലോവർ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു തിക്കായിട്ട് ഗ്രീനും സെയിം കളറിലും കൂടെ എംബ്രോയ്ഡറി വർക്ക് വരും. ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് പല്ലു പോർഷൻ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരിക. 1475 റേറ്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് നമുക്ക് 4 ഷെയ്ഡ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു യെല്ലോ ഒക്കെ നല്ല ക്യൂട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും എന്താ പറയുക സോഫ്റ്റ് ആൻഡ് വെയ്റ്റ്ലെസ് ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. വെയർ ചെയ്യാനൊക്കെ ആണെങ്കിലും 1475 പ്രൈസ് വരിക. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1475 റേറ്റിലേക്ക് വരും.
അടുത്തേക്ക് മെറ്റാലിക് ഷെയ്ഡാണ്. നല്ല 4 കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. 1475 റേറ്റ് വരും. അടുത്ത ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സാരി ആ ഒരു പാറ്റേൺ ആയിട്ട് വരുന്നത്. നമുക്ക് കാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഡെയിലി വെയറിനൊക്കെ ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. ഇത് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരിക. ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഗ്രീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ ബോഡി പോർഷൻ്റെ ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് വരും. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു കോപ്പർ കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻ പാറ്റേൺ വരും. ബോർഡേഴ്സിലേക്കാണേലും ഇതുപോലെ ഡിസൈനിൽ തന്നെയാട്ടോ വരുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ഡിസൈനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് കളർ ബ്ലൗസിൻ്റെ കൂടെയാണ് ഈ എല്ലാ സെറ്റും തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ വേണേൽ പെയർ ചെയ്യാം. അതെല്ലാം ടോൺ ബ്ലൗസ് നമുക്ക് സാരിയുടെ കൂടെ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. 1295 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ 4-5 ഷെയ്ഡ്സ്, ഒരു പീക്കോ ബ്ലൂവിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡായിട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതെല്ലാം നല്ല നല്ല കളർ ചാർട്ടാണ് വരുന്നത്. ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക കോപ്പർ കളർ കോമ്പിനേഷനിലും ആ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. പല്ലുകൾ കുറച്ചൊരു ബിഗായിട്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. 1295 ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്ത ഈ ഒരു വൈൻ കളറാണ്. എല്ലാം നല്ല കളർ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത്. 1295 പ്രൈസ് റേഞ്ച് വരും. അടുത്ത് ഗോൾഡൻ ടച്ച് വരുന്നൊരു മസ്റ്റാർഡ് ഷെയ്ഡ്. ഇതെല്ലാം പാറ്റേൺ സെയിം ആട്ടോ, കളറിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതും അടിപൊളിയായിട്ടുള്ളൊരു റയർ കളർ ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ടച്ച് വരുന്നൊരു പിങ്കും മെറൂണിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ 1295 റേറ്റ് വരും. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.